വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ള ടോപ്പിക് എന്നുള്ളത് മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് കൺസെപ്ഷൻ ആൻഡ് ഓൾസോ ദ ലിറ്റററി മാർക്കറ്റ് പ്ലേസ്. ഈ രണ്ട് ടോപ്പിക്സിനെ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നോക്കാം. വിക്ടോറിയൻ ഇറ കാണുന്നുള്ളത് ഷിഫ്റ്റ് ഫ്രം പ്രൈമർലി അഗ്രികൾച്ചറൽ പ്രൊഡക്ഷനിൽ നിന്നും ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനിലേക്കുള്ള ഒരു ഷിഫ്റ്റാണ് ഈ ഒരു ഇറയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളത്. അതുപോലെ തന്നെ വിത്ത് ദ റൈസ് ഓഫ് ഫാക്ടറീസ് ആൻഡ് മാസ് പ്രൊഡക്ഷൻ, ഫാക്ടറീസിൻ്റെയും പ്രൊഡക്ഷൻ്റെ ഒക്കെ ഉയർച്ചയും നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. കൺസെപ്ഷൻ എന്നുള്ളത് ഓൾസോ ചേഞ്ച് ഡ്രമാറ്റിക്കലി വിത്ത് ഇൻക്രീസ്ഡ് അവൈലബിലിറ്റി ഓഫ് ഗുഡ്സ് ഡ്യൂ ടു ഇൻഡസ്ട്രിയലൈസേഷൻ കാരണം എന്ത് ചെയ്യുന്നുണ്ട്, ഗുഡ്സിൻ്റെ അവൈലബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇത് കാരണമായിട്ട് കൾച്ചറും അതുപോലെ തന്നെ സോഷ്യൽ ഇനീക്വാലിറ്റീസിലേക്ക് നയിക്കുന്നുണ്ട്. മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ കാരണമായിട്ട് ഫാക്ടറീസ് എക്സ്പാൻഷൻ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ യൂസ് ഓഫ് മെഷീനറിയിലേക്കൊക്കെ കാരണമാവുന്നുണ്ട്. പെർട്ടിക്കുലർലി ഇൻ ടെക്സ്റ്റൈൽ, മെഷീനറി ആൻഡ് റെയിൽവേ പ്രൊഡക്ഷൻ. ഫാക്ടറി സിസ്റ്റം എന്നുള്ളത് മോഡ് ഓഫ് പ്രൊഡക്ഷനിൽ ഒരു ഡോമിനൻ്റ് ആയിട്ടാണ് പിന്നീട് വരുന്നുള്ളത്. where workers were employed in large centralized facilities to produce goods in mass quantities. ന്യൂ ടെക്നോളജീസ് ആയിട്ടുള്ള സ്റ്റീം എൻജിൻ, റെയിൽവേസ്, സൂയിങ് മെഷീൻ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡക്ഷൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഫാക്ടറി സിസ്റ്റം കാരണമായിട്ട് ലേബർ ഡിവിഷൻ നടക്കുന്നുണ്ട് വിത്ത് വർക്കേഴ്സ് സ്പെഷ്യലൈസിങ് ഇൻ സ്പെസിഫിക് ടാസ്ക്, സംടൈം വിത്ത് ലിറ്റിൽ കൺട്രോൾ ഓവർ ദ ഓവറോൾ പ്രോസസ്. ഫാക്ടറീസിൻ്റെയും ഇൻഡസ്ട്രീസിൻ്റെയും ഗ്രോത്ത് എന്നുള്ളത് ഡ്രോ പീപ്പിൾ ഫ്രം റൂറൽ ഏരിയാസ് ടു അർബൻ സെൻറ്റേഴ്സ്, ലീഡ് ചെയ്യുന്നുള്ളത് ടു ഓവർ ക്രൗഡഡ് സിറ്റീസ് വിത്ത് ഹൈ ലെവൽസ് ഓഫ് പോവർട്ടി ആൻഡ് പൊല്യൂഷൻ. പോവർട്ടിയും പൊല്യൂഷനൊക്കെ ഉണ്ടാവുന്നുണ്ട് ഓവർ ക്രൗഡ് കാരണമായിട്ട്. മോഡ്സ് ഓഫ് കൺസെപ്ഷൻ, കൺസ്യൂമർ കൾച്ചർ, ഇൻക്രീസ്ഡ് അവൈലബിലിറ്റി ആൻഡ് അഫോർഡബിലിറ്റി ഓഫ് ഗുഡ്സ് കാരണമായിട്ട് ദ റൈസ് ഓഫ് കൺസ്യൂമർ കൾച്ചർ, പീപ്പിൾ വർ എൻകറേജ്ഡ് ടു പർച്ചേസ് എ വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ്. ന്യൂ ഇൻഡസ്ട്രീസും ടെക്നോളജീസും എന്ത് ചെയ്യുന്നുണ്ട്, റേഞ്ച് ഓഫ് ന്യൂ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിങ് മാസ് പ്രൊഡ്യൂസ്ഡ് ക്ലോത്തിങ്, ഹൗസ് ഹോൾഡ് ഐറ്റംസ് ആൻഡ് ലക്ഷറി ഗുഡ്സ്. സോഷ്യൽ ഇനീക്വാലിറ്റീസ്, എക്കണോമിക് ബെനിഫിറ്റ്സ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ were not evenly distributed. എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ബെനിഫിറ്റ് ഒരിക്കലും വിതരണം ചെയ്യുന്നില്ല, ലീഡിങ് ടു വൈഡനിങ് സോഷ്യൽ ഇനീക്വാലിറ്റീസ് ബിറ്റ്വീൻ ദ വെൽത്തി ആൻഡ് ദ വർക്കിംഗ് ക്ലാസ്. വർക്കിംഗ് ക്ലാസ്സിൻ്റെയും വെൽത്തി ആയിട്ടുള്ള പീപ്പിളിൻ്റെയും ഇടയിൽ ഒരു സോഷ്യൽ ഇനീക്വാലിറ്റിയാണ് ഈ ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ബെനിഫിറ്റിൻ്റെ കാര്യത്തിലുള്ളത്. അതുപോലെ തന്നെ അഡ്വർടൈസിങ് ആൻഡ് മാർക്കറ്റിംഗ് എന്നുള്ളത് കൺസ്യൂമർ ഡിസയർ ഷേപ്പ് ചെയ്യുന്നതിൽ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ആൻഡ് പ്രൊമോട്ടിംഗ് ന്യൂ പ്രൊഡക്ട്സ്, റീറ്റെയിൽ ട്രേഡ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് വിത്ത് ന്യൂ ടൈപ്സ് ഓഫ് സ്റ്റോർസ് ആൻഡ് മാർക്കറ്റ്സ് കാറ്ററിംഗ് to different social classes. Conspicuous conception, പ്രകടമായ കൺസെപ്ഷൻ. The wealthy displayed their status through extravagant purchases and lifestyles. വെൽത്തി ആയിട്ടുള്ള ആൾക്കാർ എങ്ങനെയാണ് അവരുടെ പദവി കാണിക്കുന്നുള്ളത്, അവരുടെ ലൈഫ് സ്റ്റൈലിലൂടെയും പേർച്ചേസിങ്ങിലൂടെയൊക്കെയാണ്. എ പ്രാക്ടീസ് നോൺ ആസ് കോൺസ്പീഷ്യസ് കൺസെപ്ഷൻ, ഇതിനെയാണ് കോൺസ്പീഷ്യസ് കൺസെപ്ഷൻ എന്ന് പറയുന്നത്. വെൽത്തി ആയിട്ടുള്ള പീപ്പിൾ അവരുടെ പദവികൾ പർച്ചേസിലൂടെയും ലൈഫ് സ്റ്റൈലിലൂടെയും ഡിസ്പ്ലേ ചെയ്യുന്നതിനെയാണ് കോൺസ്പീഷ്യസ് കൺസെപ്ഷൻ എന്ന് പറയുന്നത്. ഗ്ലോബൽ മാർക്കറ്റ്സ്, ബ്രിട്ടീഷ് എംപയർ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വാസ്റ്റ് മാർക്കറ്റ് ഫോർ ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ ബ്രിട്ടൻ. അതുപോലെ തന്നെ ഗ്ലോബൽ ട്രേഡിൻ്റെ വളർച്ചയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു ബ്രിട്ടീഷ് എംപയർ എന്നുള്ളത്. ഇനി പ്രൊഡക്ഷനും കൺസെപ്ഷനിലുള്ള ഇമ്പാക്റ്റ്, സോഷ്യൽ ചേഞ്ചസ് വരുന്നുണ്ട്. ദ ചേഞ്ചിങ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് കൺസെപ്ഷൻ എന്നുള്ളത് സൊസൈറ്റിയിൽ ഒരു ഇമ്പാക്റ്റ് നൽകുന്നുണ്ട്. ഇത് കാരണമായിട്ട് അർബനൈസേഷൻ, ക്ലാസ് ഡിവിഷൻസ്, അതുപോലെ തന്നെ ന്യൂ സോഷ്യൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഇനി എക്കണോമിക് ഗ്രോത്ത്, ഇൻഡസ്ട്രിയലൈസേഷനും അതുപോലെ തന്നെ ഇൻക്രീസ്ഡ് കൺസെപ്ഷനും കാരണമായിട്ട് ബ്രിട്ടനിൽ എക്കണോമിക് ഗ്രോത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, മേക്കിംഗ് ഇറ്റ് ദ ലീഡിങ് ഇൻഡസ്ട്രിയൽ പവർ ഓഫ് ദ ടൈം. ഹെൽത്ത് ആൻഡ് എൻവിറോൺമെൻറ്റ്, ഫാക്ടറീസിൻ്റെയും സിറ്റീസിൻ്റെയും ഗ്രോത്ത് കാരണമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ്ഡ് പൊല്യൂഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ഹെൽത്ത് പ്രോബ്ലംസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പെർട്ടിക്കുലർലി അമംഗ് ദ വർക്കിംഗ് ക്ലാസ്സിൻ്റെ ഇടയിലാണ് പൊല്യൂഷനും ഹെൽത്ത് പ്രോബ്ലംസും കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യുന്നുള്ളത്. ഇനി സോഷ്യൽ റിഫോം എടുത്തു നോക്കുകയാണെങ്കിൽ സോഷ്യൽ ഇനീക്വാലിറ്റീസും പ്രോബ്ലംസും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഒന്നിച്ചാണ് അസോസിയേറ്റഡ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് കാരണമായിട്ട് സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സിലേക്ക് നയിക്കുന്നുണ്ട്. സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സിൻ്റെ എയിം, ലക്ഷ്യം
എന്നുള്ളത് അറ്റ് ഇംപ്രൂവിങ് വർക്കിംഗ് കണ്ടീഷൻസ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സിൻ്റെ എയിം എന്നുള്ളത്. അതുപോലെ തന്നെ സോഷ്യൽ വെൽഫെയർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സിൻ്റെ എയിം എന്നുള്ളത്. വിക്ടോറിയൻ ഇറ എന്നുള്ളത് വിറ്റ്നസ് ചെയ്യുന്നുള്ളത് ബൂം ഇൻ ദ ലിറ്റററി മാർക്കറ്റ് പ്ലേസ് വിത്ത് ദ നോവൽ ബിക്കമിങ് ദ ഡോമിനൻറ്റ് ഷോണർ ആൻഡ് എ സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഓൺ സോഷ്യൽ ആൻഡ് കൾച്ചർ ലൈഫ്. സോഷ്യലാണെങ്കിലും അതുപോലെ തന്നെ കൾച്ചർ ലൈഫിലൊക്കെ ഒരു സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഏത് നൽകുന്നുണ്ട്, നോവൽ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഡോമിനൻറ്റ് ഷോണറായിട്ട് മാറുന്നുണ്ട്. ലിറ്റററി പ്രൊഡക്ഷൻ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് ആൻഡ് ദ പോപ്പുലാരിറ്റി ഓഫ് റീഡിംഗ് ഗ്രോ ഡ്യൂ ടു ഇൻക്രീസ്ഡ് ലിറ്ററസി ഇൻക്രീസ് ചെയ്യുന്നത് കാരണമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റീഡിങ്ങിൽ പോപ്പുലാരിറ്റി ഉണ്ടാവാന്ന്. അതുപോലെ തന്നെ അഫോർഡബിൾ പബ്ലിഷിംഗ് ഫോർമാറ്റൊക്കെ കാരണമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റീഡിങ് ഗ്രോ ചെയ്യുന്നുണ്ട്. മേക്കിംഗ് ലിറ്ററേച്ചർ മോർ ആക്സസിബിൾ ടു എ വൈഡർ ലിറ്ററേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, വൈഡർ ഓഡിയൻസിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഈ ഒരു പീരീഡ് എന്നുള്ളത് എന്താണ്, ഓൾസോ എ ഷിഫ്റ്റ് ഇൻ ലിറ്റററി തീംസ് വിത്ത് എ ഫോക്കസ് ഓൺ സോഷ്യൽ റിയലിസം. അതുപോലെ തന്നെ എക്സ്പ്ലോർ ചെയ്യുന്നുള്ള തീം എന്നുള്ളത് തീംസ് ഓഫ് ക്ലാസ്, പോവർട്ടി ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ. ഇനി വിക്ടോറിയൻ ലിറ്റററി മാർക്കറ്റ് പ്ലേസിലെ കീ ആസ്പെക്ട്സ് എന്നുള്ളത് റൈസ് ഓഫ് ദ നോവൽ എന്നുള്ളത് ബിക്കം ദ ലീഡിങ് ലിറ്റററി ഫോമാണ് നോവൽ എന്നുള്ളത്. റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളത് ആ ഒരു ഇറയിലുണ്ടായിട്ടുള്ള സോഷ്യൽ എക്കണോമിക് ചേഞ്ചസ് ആണ് റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളത് നോവലിലൊക്കെ. ഇനി സീരിയൽ പബ്ലിക്കേഷൻ, നോവൽസ് എന്നുള്ളത് പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, പബ്ലിഷ്ഡ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്സ് ഇൻ മാഗസിൻസിലൊക്കെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്, എൻഗേജിങ് റീഡേഴ്സ് ആൻഡ് ഫോസ്റ്ററിങ് എ സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി. അതുപോലെ തന്നെ ഇൻക്രീസ്ഡ് ലിറ്ററസി ആൻഡ് ആക്സസ്, ലിറ്റററി റൈറ്റ്സ് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ആൾക്കാർ വായിക്കുന്നതും കൂടുന്നുണ്ട്. അഫോർഡബിൾ ആയിട്ടുള്ള പബ്ലിഷിംഗ് കാരണമായിട്ട് ലിറ്ററേച്ചർ എന്താകുന്നുണ്ട്, വൈഡർ റേഞ്ച് ഓഫ് റീഡേഴ്സിലേക്ക് എത്തിച്ചേരുന്നുണ്ട്, ഇൻക്ലൂഡിങ് ദ മിഡിൽ ക്ലാസ് അടക്കം ഒരുപാട് റീഡേഴ്സിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ലിറ്ററേച്ചർ എത്തിച്ചേരുന്നുണ്ട്. ലിറ്ററേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, എവറിഡേ ലൈഫാണ് ഡെപ്പിക്റ്റ് ചെയ്യുന്നുള്ളത്, കൂടുതലായിട്ടും ഡെപ്പിക്റ്റ് ചെയ്യുന്നുള്ളത് എവറിഡേ ലൈഫാണ്. പെർട്ടിക്കുലർലി ആരെ പറ്റിയിട്ടൊക്കെയാണ് ഡെപ്പിക്റ്റ് ചെയ്യുന്നുള്ളത്, ലിവ്സ് ഓഫ് ദ മിഡിൽ ആൻഡ് വർക്കിംഗ് ക്ലാസ്. മിഡിലും വർക്കിംഗ് ക്ലാസ്സിനെ പറ്റിയിട്ട് അവരുടെ ജീവിതത്തെ പറ്റിയിട്ടൊക്കെയാണ് പ്രത്യേകിച്ച് എന്ത് ചെയ്യുന്നുള്ളത്, ഡെപ്പിക്റ്റ് ചെയ്യുന്നുള്ളത്. ആൻഡ് അഡ്രസ്ഡ് ഇഷ്യൂസിലേക്ക്, സോഷ്യൽ ഇഷ്യൂസ് ആയിട്ടുള്ള പോവേർട്ടി, ഇൻഡസ്ട്രിയലൈസേഷനൊക്കെയാണ് ഈ ഒരു ലിറ്ററേച്ചറിൽ അഡ്രസ്സ് ചെയ്യുന്നുള്ളത്. ഇനി മോറൽ ആൻഡ് പൊളിറ്റിക്കൽ പേർപ്പസ്, ഒരുപാട് വിക്ടോറിയൻ റൈറ്റ്സിൻ്റെ ലക്ഷ്യം എന്നുള്ളത് യൂസ് ദർ ആർട്ട് ടു അഡ്രസ്, അവരുടെ ലിറ്ററേച്ചറിൽ സോഷ്യൽ പ്രോബ്ലംസും അതുപോലെ തന്നെ മോറൽ വാല്യൂസൊക്കെ, സോഷ്യൽ പ്രോബ്ലംസ് അഡ്രസ്സ് ചെയ്യുക, അതുപോലെ തന്നെ മോറൽ വാല്യൂസ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരുപാട് വിക്ടോറിയൻ റൈറ്റേഴ്സിൻ്റെ ലക്ഷ്യം എന്നുള്ളത്. ഡിവേഴ്സ് വോയിസസ്, വൈൽ ദ നോവൽ ഡോമിനേറ്റഡ്, പോയട്രി ആൻഡ് അതർ ഫോംസ് ഓൾസോ ഫ്ലറിഷഡ് ആൻഡ് എ ഡിവേഴ്സ് റേഞ്ച് ഓഫ് വോയിസസ് എമേർജ്ഡ് ഇൻ ദ ലിറ്റററി സീന്. ഇനി ലിറ്റററി മൂവ്മെൻറ്റ്സ് ആയിട്ടുള്ള എസ്തറ്റിസിസം എന്നുള്ളത് ഫോക്കസ് ചെയ്യുന്നുള്ളത് ഓൺ ദ എസ്തറ്റിക് വാല്യൂ ഓഫ് ആർട്ട് ഓൾസോ എമേർജ്ഡ് ഡ്യൂറിങ് ദിസ് പീരിയഡ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്സിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ഹെൽപ്ഫുൾ എന്ന് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ മറ്റേതൊക്കെ ടോപ്പിക്കാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്താൽ ആ ഒരു ടോപ്പിക്സൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. So stay connected and keep supporting this channel for more videos.